ആലാം പണ്ഡിതന്മാരിൽപ്പെട്ട വലിയ പണ്ഡിതന്മാരിൽ നിന്ന് ഒരുപാട് ആളുകൾ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇമാം ഷാഫി, നമ്മുടെ മദ്ഹബിന്റെ ഇമാമായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ, അന്നഹു റവിയ ബഅദ മൗതി ഫിൽ മനാം, ബഹുമാനപ്പെട്ട ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു വഫാത്തായതിനു ശേഷം അവിടുത്തെ പല ആളുകളും സ്വപ്നം കണ്ടു. ഫഖീല ലഹു, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു തങ്ങളോട് ചോദിക്കപ്പെട്ടു, മാ ഫഅലല്ലാഹു ബിക, എന്താണ് അങ്ങേ വിഷയത്തിൽ അള്ളാഹു എന്താണ് നിങ്ങൾ ചെയ്തത്, എന്താണ് അള്ളാഹു ചെയ്തത്? ഫഖാല, ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, അഫറലി ഫഅല ബി ഫഅല, എനിക്ക് അള്ളാഹു പുറത്തു തരുകയും എന്നോട് ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തരികയും ചെയ്തു. വദക്കറ ഖൈറാത്തുൻ കസീറ, ഒരുപാട് ഖൈറാത്തുകൾ അങ്ങനെ എണ്ണി, ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് ചെയ്തു തന്നു, അത് ചെയ്തു, ഇത് തന്നു, ഒരുപാട് കാര്യങ്ങൾ എണ്ണി പറഞ്ഞു. ഫഖീല ലഹു ബിമ്മ ദാലിക, എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് അള്ളാഹു നൽകിയതെന്ന് ചോദിച്ചു. ബഹുമാനപ്പെട്ട ഷാഫി ഇമാം നമുക്കറിയാം ഇൽമിന്റെ ബഹറായിരുന്നു. ആ മാനവകളുടെ കാലഘട്ടത്തിൽ അവിടത്തോളം അറിവുള്ള ഒരാളുമില്ല. അങ്ങനെ എല്ലാ അറിവിന്റെ സാഗരമായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങളോട് തങ്ങൾക്ക് ഇങ്ങനൊക്കെ മഹത്വം കിട്ടി എന്ന് പറഞ്ഞു. അപ്പോൾ ആ മഹത്വം അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിക്കപ്പെട്ടല്ലോ. അപ്പോൾ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഷാഫി ഇമാം പറയും, ഞാൻ ഇങ്ങനെ ഖുർആൻ മനപ്പാടാക്കിയത് കൊണ്ട്, ഹദീസ് മനപ്പാടാക്കിയത് കൊണ്ട്, എനിക്ക് ശിഷ്യന്മാരുള്ളത് കൊണ്ട്, എനിക്ക് ഇത്ര കിതാബ് എഴുതിയത് കൊണ്ട് എന്നൊക്കെ എല്ലാവരും പറയാം. ബിമാ ദാലിക, എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾക്ക് ഇത് കിട്ടിയതെന്ന് ചോദിച്ചു. ഖാല ലി ഖൗലിഹി ഫീ ഖുതുബത്തി റിസാല, അത് ഞാൻ എൻ്റെ റിസാല എന്നുള്ള കിതാബിന്റെ തുടക്കത്തിൽ പറഞ്ഞ ഒരു കാര്യം കൊണ്ടാണ്. എന്താണത്? വദക്കറ സലാത്തല്ലത്തി സല്ലാ ബിഹാ അലാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫീ ഖുതുബത്തി മിൻ കിതാബി റിസാല, ആ റിസാലയുടെ തുടക്കത്തിൽ, ആ റിസാല എന്നുള്ള ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തങ്ങളുടെ റിസാല എന്ന പ്രശസ്തമായ ഗ്രന്ഥമുണ്ട്. അതിന്റെ തുടക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാത്ത് എഴുതിയതിന്റെ പേരിലാണ് ഈ മാത്ത് കിട്ടിയത്. അപ്പോൾ സലാത്ത് എഴുതിയതിന്റെ പേരിൽ, വേറെ ഒന്നും കൊണ്ടല്ല, ഈ ഒറ്റ സലാത്ത് എഴുതിയതിന്റെ പേരിൽ അള്ളാഹു അവർക്ക് മഹത്വം കൊടുത്തു. അതുകൊണ്ട് നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേരിൽ ഇപ്പൊ നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ സയ്യിദ് വജൂദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ അദ്ദേഹം, അവർ എന്നൊക്കെ പറഞ്ഞാൽ പോരെ, എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? കുഴപ്പമൊന്നുമില്ല, നമ്മൾ പ്രസംഗിക്കുമ്പോൾ ഒരാൾ അങ്ങനെ പറയുന്നതുകൊണ്ടും തെറ്റൊന്നുമില്ല, അതിന് തെറ്റൊന്നും ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇങ്ങനെ ഇതുപോലെ അള്ളാഹുവിന്റെ അടുക്കൽ അള്ളാഹു നമ്മൾ കുറെ അമലൊന്നുമല്ല നോക്കുക. അള്ളാഹിന്റെ അടുക്കൽ ഇങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം ഒക്കെ ആയിരിക്കും അള്ളാഹു വലിയ സ്ഥാനമുള്ളത്. അപ്പോൾ ആ ഒരു കാര്യത്തിന്റെ മേലേക്ക് നമ്മൾ രക്ഷപ്പെടുക. അപ്പൊ നമ്മളൊക്കെ ഇങ്ങനെ ഇതൊക്കെ പറയുമ്പോൾ നമ്മളെപ്പോഴും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പേര് പറഞ്ഞുകൊണ്ടിരിക്കണം.